Milma presents Vira Food Celebrity Kitchen Magic Season 3. Powered by Amritaveni KSFE Bima Jewelers and Pankaj Kasturi Ortho Herb. Okay, അപ്പോൾ എന്തായാലും സന്തോഷം. സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ എപ്പിസോഡുകൾ ഇങ്ങനെ ഓരോ ദിവസവും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇങ്ങനെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നു അറിയുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. കാരണം ഇതിൻ്റെ പിന്നെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരുടെയും ഈ 10 പേരുടെയും സമയം ഒത്തുവരണം, പിന്നെ ഇവിടുത്തെ ടെക്നിക്കൽ ക്രൂസിന്റെ സമയം വരണം, എല്ലാം കൂടെ ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഇതൊക്കെ ഞങ്ങളുടെ മാത്രം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് നിങ്ങളിവിടെ അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നമ്മളിങ്ങനെ എല്ലാവരും ഒത്തുകൂടി പിന്നെ ഒരു കുടുംബം പോലെ ഒരു കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഷൂട്ടൊക്കെ ചെയ്ത് തിന്നും പിറക്കിയൊക്കെ ഞങ്ങളിങ്ങനെ കുട്ടിക്കാലങ്ങളും സ്നേഹവും ഇഷ്ടവും ഒക്കെ പങ്കുവെച്ച് ചെറിയ വഴക്കും ചെറിയ പിണക്കവും ചെറിയ കുശുമ്പും കുസൃതിയും ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചും കൊടുത്തും ഒക്കെ നമ്മളിങ്ങനെ വാമപ്പ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അത് നിങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന അറിയുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഞങ്ങൾക്ക് അത്രയും ഇഷ്ടമാണ്, ഞങ്ങളെയും നിങ്ങൾക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ലോകമെമ്പാടുമുള്ള പ്രിയ പ്രേക്ഷകരെ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ സീസൺ 3 ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് വാമപ്പുണ്ടോ? വേണ്ടേ? ഒരു ഗെയിം ചെയ്യാം നമുക്ക്. ശരിയാ, ഒരു ഗെയിം. അനീഷേട്ടാ, ഞാൻ ഇവർക്ക് വേണ്ടി ഒരു വെറൈറ്റി ഗെയിമാണ് ഇന്ന് ചെയ്യാൻ പോണേ. എന്നതാ കൊഞ്ഞണം കുത്തിക്കാണെങ്കിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറഞ്ഞത്? അല്ല, കണ്ണൂർ എന്താ പറഞ്ഞത്? കൊഞ്ഞനം കുത്തുക. എന്താ പറയാ? കൊഞ്ഞനം കുത്തുക. ഓക്കെ, കൊഞ്ഞനാണോ പ്രായം കാണിക്കുക? ഇല്ല, അല്ല, കൊഞ്ഞനം കുത്തുക. കൊഞ്ഞനം കൊഞ്ഞനോ അല്ലെങ്കിൽ കൊഞ്ചനോ? കൊഞ്ചനോ? അനീഷേട്ടാ, കൊഞ്ഞനാണോ കൊഞ്ഞനാണോ? കൊഞ്ഞനം കുത്തുക. പക്ഷെ ഒരു കാര്യം കേരളത്തിൽ അങ്ങേറ്റം പോലും ഇങ്ങോട്ട് പോയിട്ട് ഇതിന് കൊഞ്ഞോന്ന് എല്ലാത്തിനും മാറ്റി പറഞ്ഞേ. കോക്കറി കാണിക്കാന്ന് പറയും. കോക്കറി കാണിക്കുക. കുണ്ടണി കാണിക്കുക. അതല്ല അത് ഇവർക്ക് മോശം, നമുക്ക് നല്ലതാ. കുണ്ടരി അതല്ലല്ലോ, കുണ്ടരി ഉപദ്രവിക്കണല്ലേ. അതെ, ഞങ്ങൾക്ക് കുണ്ടണി പറയും. ഞങ്ങളും പറയും. അതല്ല, കുരുത്തക്കേട് കാണിക്കണം. കുണ്ടനി എന്ന് പറയുന്നത് കുരുത്തക്കേടിനെയാണ് കുണ്ടണി പറയാ. ശരി, എന്നാ പിന്നെ പറഞ്ഞോ. ബിസ്ക്കറ്റ് കഴിക്കാനല്ല അനീഷേട്ടാ, സാധാരണ ബിസ്ക്കറ്റ് ഉണ്ടാക്കുമ്പോ ഇവർക്ക് എപ്പോഴും ഓർമ്മ വരണം നമ്മൾ ഓണത്തിൽ മറ്റേ നൂലൊക്കെ കെട്ടിയിട്ട് ബിസ്ക്കറ്റ് കഴിക്കുന്നതായിരിക്കും. നമ്മൾ അതിനൊക്കെ കുറച്ച് അതിന്ന് മാത്രം എടുത്തിട്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടി നല്ലതാ. പക്ഷെ നമ്മളെല്ലാവരും കലാ ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ നമുക്ക് മുഖം കലാകാരായ ആർട്ടിസ്റ്റുകൾ. ഞാൻ മലയാളത്തിൽ ഇംഗ്ലീഷൊക്കെ പറഞ്ഞതേ ഉള്ളൂ. കലാകാരന്മാരും കലാകാരികളും. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ മുഖം വെച്ചിട്ടാണ് എപ്പോഴും അഭിനയിക്കുക, അല്ലെ? മുഖത്ത് എക്സ്പ്രഷൻ ഒക്കെ വരാം. അപ്പൊ മുഖം വെച്ചിട്ട് അഭിനയിച്ചുകൊണ്ട് ബിസ്ക്കറ്റ് കഴിക്കാം. എക്സ്പ്രഷൻ വെച്ചിട്ട് ബിസ്ക്കറ്റ് കഴിക്കാം. ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് വ്യക്തമായിട്ട്. വേറെ ഒന്നുമില്ല, സിമ്പിൾ ആണ്. നമ്മളിതാ ബിസ്ക്കറ്റ് കടി. കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചത് ബിസ്ക്കറ്റ്. നമ്മുടെ ടാസ്കിന്റെ പേരെന്താ? ബിസ്ക്കറ്റ് കടി. ഓക്കെ, ഇത് സിമ്പിൾ ആണ്. വേറെ ഒന്നുമില്ല, ഒരു ബിസ്ക്കറ്റ് എടുക്കുക, നമ്മുടെ നെറ്റിയിൽ വെക്കുക. നമ്മൾ എങ്ങനെ അനീഷേട്ടൻ കാണിച്ചാല് അങ്ങനെ എക്സ്പ്രഷൻ വെച്ചിട്ട് ഇതിങ്ങനെ കൊണ്ടുവന്ന് വായിൽ വെക്കുക, കടിക്കുക, തിന്നുക. മാക്സിമം തിന്ന് തീർത്തോ നിങ്ങള്. കൈ തൊടാൻ പാടില്ല, വേറെ ഒന്നും തൊടാൻ പാടില്ല. ഫേസിന്റെ എക്സ്പ്രഷൻ വെച്ച് മാത്രം മുഖം വെച്ച് അനക്കി വായിൽ കൊണ്ടുവന്ന് കഴിക്കാം. നേരത്തെ പറഞ്ഞ നൂല് വെച്ച്. അപ്പൊ ഏറ്റവും കൂടുതൽ ബിസ്ക്കറ്റ് കഴിക്കുന്ന ആരാണോ അവരാണ് ഇന്ന് വിൻ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും പങ്കെടുക്കാം. ഒരു ടീമിൽ ഒരാൾ വന്ന് മത്സരിച്ചിട്ട് ഇൻ കേസ് അത് താഴെ പോയി വെച്ചോ, വേണമെങ്കിൽ ആ ടീമിൽ അടുത്ത ആൾക്ക് വന്നിട്ട് താഴെ പോയി ഔട്ടാ. കൈ തൊടാൻ പാടില്ല. നിങ്ങൾക്ക് ഒരു ടീമിൽ 2 പേർക്ക് മാറി മാറി ചെയ്യാം. ആ ടൈമിനുള്ളിൽ നമുക്ക് എത്ര ടൈം കൊടുക്കാം അനീഷേട്ടാ?
കൊഞ്ഞണം അതിന്റെ കൊഞ്ഞണം വന്നില്ല. ട്രിക്കാണ് ഇപ്പൊ കാണിച്ചു കൊടുക്കണത് നൂല് വലിക്കണം ഞാൻ കാണിച്ചില്ല. നൂല് വലിക്കണം നൂല് വലിക്കണത് ആ കറക്റ്റ് കറക്റ്റ് അനീഷേട്ടാ കാണിച്ചു കൊടുക്കാം. മതി അനീഷേട്ടാ, ഇത് കാണിച്ചു കൊടുക്കാൻ പാടില്ല. ആയിട്ടില്ല. അല്ല, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ് ചെയ്യണ്ടെന്ന് പറഞ്ഞു, പിന്നെ ചെയ്യാൻ പറഞ്ഞു. എന്നെ ചേച്ചി വായിച്ച് എനിക്ക് വടംവലിയല്ല, വടംവലിയല്ല. ആദ്യം മിനിച്ച് ലാഷസ് ഒക്കെ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ തട്ടി സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ശരി കേട്ടോ, എന്റെ ലാഷസ് തട്ടി അവിടെ ഇരിക്കും. നീ ഒന്ന് ചെയ്യേ. അല്ലല്ല ബീന ചേച്ചി കാണിച്ചു താഴെ പോയാല് മിനിച്ച് വരാം. ബീന ചേച്ചി താഴെ പോയി ഞാൻ ഓടി ചേച്ചി ഒന്ന് കണ്ണടച്ചാൽ ഓക്കെ, റെഡി? 1 മിനിറ്റ് ആണല്ലേ സമയം നമുക്ക്. അയ്യോ സമയമുണ്ടോ? സമയമുണ്ട് സമയമുണ്ട്, പിന്നെ റെഡി? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ ഏറ്റവും റെഡി? സ്പീഡ് ചെയ്യണം ടൈം റെഡിയാണ്. 2 3 സ്റ്റാർട്ട്. എത്തി കൈ 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 വീണ എന്താ സുമ്മാ വാ. വെച്ചോ വെച്ചോ ആ കറക്റ്റ് ഓക്കെ സമയമില്ല സമയമില്ല വെച്ചോ ഓക്കെ ഓട്ടെ നടക്ക് എന്തരാ എനിക്ക് തോന്നുന്നു ബീനച്ച് ഇങ്ങനെയാണ് കഴിക്കണേന്ന് തോന്നുന്നു. വെക്ക് 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 വെക്ക്. ഇനി കഴിയില്ല. അതാ നടക്കുന്നത്. ഇത് ഒരു മിനിറ്റ് സമയമുണ്ട്. 1 മിനിറ്റ് സമയമുണ്ട്. പോ പോ വരട്ടെ. ആ യെസ്. സമയമുണ്ട് സമയമുണ്ട് അയ്യോ മൂക്ക് സമയം നോക്കൂ, സമയം കഴിച്ചു 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 കഴിച്ചു. ചേച്ചി ഒരെണ്ണം തിന്നു. ഒരെണ്ണം കഴിച്ചു. സൂപ്പർ. 1 മിനിറ്റ് കൊണ്ട് ബീന ആന്റണി ആൻഡ് നവീൻ ടീമില്. നവീൻ വെറുതെയാണ് ഒതുക്കി കൊടുത്ത് തെളിയിച്ചുകൊണ്ട് ബീന ചേച്ചി ആ സമ്മാനം നേടിയിരിക്കുന്നത്. അല്ല ബീന ചേച്ചി പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് ഈ മത്സരം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ വന്നപ്പോ ചേച്ചി രാവിലെ പുട്ടിങ്ങനെ നിന്നോണ്ടിരിക്കുക. പക്ഷെ നാദു നാദു ഇനി അടുത്ത നാദു. നീ റെഡി ആയിന്നോളണം. റെഡി സ്റ്റാർട്ട് നൗ. യെസ് കിട്ടി 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 കിട്ടി. പയ്യെ മതി പയ്യെ മതി. അലറാനല്ലടാ ചെയ്യടാ. കിട്ടും 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 ഇതിന് പയ്യ എന്റെ ബിസ്ക്കറ്റ് പോലെ ദൈവങ്ങളെ സ്പീഡ് കൂട്ടാനടാ. എടാ സ്പീഡ് കൂട്ടണ മക്കളെ, സ്പീഡ് കൂട്ടല്ലേ? സ്പീഡ് കൂട്ടണ്ട, പയ്യെ ചെയ്താൽ മതി, പയ്യെ ചെയ്താൽ മതി. ഈ കമ്പനി കൂട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. പയ്യ 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 ചെയ്താൽ മതി, അതിനെ പയ്യ ചെയ്താൽ മതി. പയ്യ പയ്യ പയ്യ. ആ ആ ആ ആ ആ സ്വന്തം ശരീരത്തിൽ ബിസ്ക്കറ്റ് ഇരുന്നിട്ട് പോലും നാദിനെ അറിഞ്ഞു. നമ്മളോട് ചോദിക്കാണ് എവിടെയാണ് ഇരിക്കുന്നത്. പക്ഷേ നന്നായി ട്രൈ ചെയ്തു. നല്ല ഫണ്ണായിരുന്നു, നന്നായി ചെയ്തു. കിട്ടിയ മുഴുവൻ ബിസ്ക്കറ്റും തറയിലിട്ട് തട്ടി കളിച്ചു. ദിവ്യ, ക്രിസ്, ഇത്തരം മത്സരങ്ങളിൽ ധാരാളമായി തന്റെ മികവ് പുലർത്താനുള്ള ആളാണ് കണ്ണൂരുകാരി കാസർഗോഡ് നിന്ന് വന്ന ദിവ്യ. അതിതല്ല. റെഡി സ്റ്റാർട്ട് നൗ. നിങ്ങളുടെ വിലപ്പെട്ട സമയം. അല്ല സാടിയിൽ തട്ടിയിരിക്കാൻ ചാൻസ് ഉണ്ട്. ഏതോ ഉൾമേട്ടിൽ കൂടി ആ ബിസ്ക്കറ്റ് സഞ്ചരിച്ചു പോയി. അത് ആവേശം കൊണ്ട് പോണതാ. കിട്ടി കിട്ടി
കിട്ടി. പോരട്ടെ 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 കുഞ്ഞു പീസ്. സമയം നോക്കിയോ? Yes. 1 2 എന്തൊക്കെ സംസാരിക്കാം ബിസ്ക്കറ്റ്. സോറി, സമയം കഴിഞ്ഞു. ഞങ്ങള് രണ്ടുപേരും ഏറ്റവും രസകരമാണെന്നറിയാമോ? ദിവ്യ ബിസ്ക്കറ്റിനോട് സംസാരിക്കുന്നതായിരുന്നു. അപ്പൊ ഇനി അടുത്ത മത്സരിക്കാൻ അടുത്തത് ഓടിപ്പോ ഈ ബിസ്ക്കറ്റ് കമ്പനിയോട് ഇവർക്കൊക്കെ എന്തോ പ്രതീക്ഷ, അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറുന്നുണ്ട്. ഇല്ല, ചേച്ചി പറ്റും. ചേച്ചി ഇപ്പോഴും ചേച്ചി ആ ലാളനം വിട്ടിട്ടില്ല. അതൊക്കെ വരണ്ടേ? ദീപക് come on. സമയം വെക്കണം. സമയം ചേച്ചി നാക്കിൽ അപ്പോ 3 പേരാണ് ഈ മത്സരത്തിൽ നിൽക്കുന്നത്. അപ്പൊ 3 പേര് ഒരുമിച്ച് റെഡി. 3 പേരോട് ബിസ്ക്കറ്റ് നേരെ പിടിക്കൂ. ബിസ്ക്കറ്റ് കാണിക്കല്ലാരെ. എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടെങ്കിൽ പറഞ്ഞു നിർത്തോ. മായമില്ല, മന്ത്രമില്ല, നമ്മൾ തുടങ്ങാൻ പോവാണ്. റെഡി സ്റ്റാർട്ട്. സമയം നോക്കിയാണ്. മീനാക്ഷി പറ്റും നേരത്തെ ഒരെണ്ണം വീണേ. എത്ര എണ്ണം മിസ് ചെയ്യുന്നു നോക്കണ്ട. ആ മുഴുവൻ കഴിക്കണം ഓക്കെ. മതി. ഇത്ര നിമിഷം കൊണ്ട് തന്നെ ദിവ്യ ജയിച്ചിരിക്കുകയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കുഞ്ഞുമോള് ജയിച്ചു, ഒത്തിരി സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും രസിച്ചത് എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഗംഭീരമായ ഒരു മത്സരമായിരുന്നു. ഇതിന് ഒരു കാര്യത്തിന് പല മുഖങ്ങളുണ്ട്, പല തരത്തിൽ നമുക്ക് ചെയ്യാൻ അല്ലേ? ആ മത്സരത്തിന് ഏറ്റവും വേറിട്ട മുഖം കാഴ്ചവെച്ചത് യമുന റാണി. ഏറ്റവും അതായത് ഇനി മുതൽ ചേച്ചി കന്യാകുമാരിയിൽ വെള്ളം പൊങ്ങിയപ്പോ ഇവിടെ നിന്ന് മുണ്ടുവെക്കി പിടിക്കുക. ഇവിടുന്ന് വരണേന് മുമ്പ് തന്നെ നാക്കിട്ട്. അതായത് ഞാൻ നോക്കുമ്പോ ഇവിടെ നിന്ന് എടുക്കുമ്പോ തന്നെ ഇവിടെ തലയിൽ വെച്ചിട്ടേ നമുക്കൊക്കെ അതിങ്ങനെ വരണ്ടേ, ആദ്യം ഇങ്ങനെ വരണം, ഇങ്ങനെ വരണം. ഇതിവിടെ എത്തുന്നതിന് സത്യം പൊളിച്ചളഞ്ഞ ചേച്ചി. സത്യം. സമ്മാനം കൊണ്ടുപോയി ദിവ്യാണ്. അല്ല, പക്ഷെ ഇതിന്റെ റീൽസ് എന്തായാലും ഹിറ്റ് ആവും. യമുന ചേച്ചിയുടെ ഫാഷൻ ഷോയ്ക്ക് ശേഷം അയ്യോ, വൈറലേ. അല്ല, എന്തായാലും കഷ്ടപ്പെട്ട് ജയിച്ചല്ലേ, നമുക്കൊരു സമ്മാനം കൊടുക്കണ്ടേ? ദിവ്യക്ക് ഒരു സമ്മാനമുണ്ട്. യമുന ചേച്ചിയുടെ കൈ കൊണ്ട് നമ്മുടെ ഫിറ ഫുഡ്സ് നൽകുന്ന ബിരിയാണി. നൽകുന്ന ബിരിയാണി റൈസ് ആണ് യമുന ചേച്ചി ഇപ്പോ ദിവ്യക്ക് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് വേണ്ടത്. കാരണം നമ്മുടെ കൂടെ മത്സരിച്ച ഒരാള് ജയിക്കുമ്പോ നമ്മുടെ കൂടെ സന്തോഷത്തോടു കൂടി സപ്പോർട്ടോടു കൂടി കൊടുക്കുന്നത് വളരെ നല്ല കാര്യം. കൺഗ്രാറ്റ്സ് ദിവ്യ. ആസ് യൂഷ്വൽ എപ്പോഴത്തെയും പോലെ തന്നെ ദിവ്യ വീണ്ടും ഗെയിമിൽ വിജയിക്കാനില്ല. ഒരു ബിസ്ക്കറ്റിന്റെ പെടാ തെറി വിളിച്ച് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ മറുപടി എനിക്ക് കണ്ണൂരുകാരനാണ് സാധനം ഈ ബിസ്ക്കറ്റ് പെട്ടെന്ന് മനസ്സിലായി തരും. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റും, ആദ്യമായിട്ട് ഒരു കാര്യം ആദ്യം ചെയ്ത് നല്ല ഒരു അഭിമാനകരമായ കാര്യമാണ്, റിസ്ക് ഉള്ള കാര്യമാണ്. ബീനച്ചാണ് ചെയ്തത്. ബീനച്ചി
നമ്മുടെ കൂടുതൽ ആദ്യം കറക്റ്റ് ആദ്യം വന്ന ആളാണെങ്കിൽ ഫസ്റ്റ് കഴിച്ചു. ആദ്യം അതാ പറഞ്ഞേ. പക്ഷേ നമ്മുടെ മാതൃകയായത് നാദ്രയും അവര് ഞങ്ങളുടെ ബിസ്ക്കറ്റ് കമ്പനി പൂട്ടിച്ച് അടങ്ങും. 3 എണ്ണം വെച്ചപ്പോ 30 എണ്ണം തറയിട്ടത്. ഞങ്ങൾ ശ്രമിച്ചു. അത് മതി ശ്രമമാണ്. തറയിടാൻ നാദരയുടെ ചോദ്യം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബിസ്ക്കറ്റ് മുഖത്തുണ്ട്, എവിടെ ഉള്ളേ പറ. ഇത് എവിടെ ഇരിക്കുന്നു പറ. അനീഷേട്ടാ അത് ഇവിടെ തന്നെ ഇരിക്കണു. അത്ര ഉണ്ടേ മേക്കപ്പ് അറിയണില്ല. കുറച്ചു പറഞ്ഞത് ഞാൻ കട്ടിക്കിട്ടിട്ടിരിക്കണെന്ന്. അവളാണ് അറിയണില്ല മേക്കപ്പ്. അറിയണില്ല മേക്കപ്പ്. പാവടാ, ക്ഷമിക്കണേ അല്ല ഇല്ല അറിയണില്ല എനിക്ക്. സാർ. താങ്ക് യു സോ മച്ച് ദിവ്യ. കൺഗ്രാറ്റുലേഷൻസ്. യമുന ചേച്ചി, ചേച്ചി ഇനി മുതൽ യമുന റാണിയല്ല ബിസ്ക്കറ്റ് റാണിയാണ്. അപ്പൊ അടിപൊളി ഗെയിം ആയിരുന്നു. അതെ, ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചു വയറൊക്കെ നിറഞ്ഞ് യെസ്. ചിരിച്ചു പറഞ്ഞു. ചിരിച്ചു പറഞ്ഞു. വയറ് നിറഞ്ഞില്ലേ? അല്ല, ചിരി. ചിരിച്ചാ. അതെ. ഇനി ഇങ്ങനെ ഇരുന്നാ മതി. ഇനിയിപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വയറ് നിറയാൻ വേണ്ടിയുള്ള നല്ല വിഭവങ്ങൾ ഉണ്ടായി കാണിക്കട്ടെ. അതെ. അല്ലേ? പ്രോട്ടീൻ കൊടുത്താലോ? പ്രോട്ടീനാണോ? പൗഡറാണോ? ചിക്കൻ ചിക്കൻ. ചിക്കൻ വേണ്ട. ചിക്കൻ നമ്മൾ മുട്ട. എന്നാ മുട്ട. അവന്റെ മുട്ടകളാണല്ലോ. റെഡി ശരി. അപ്പൊ ഇത് നമുക്ക് നമ്മുടെ റൗണ്ട് എഗ്. യെസ്. എഗ് റൗണ്ട് ആണ്. അപ്പൊ മുട്ട കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വിഭവങ്ങൾ ഓക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിഭവങ്ങൾ നിങ്ങൾ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇപ്പോഴത്തെ പോലെ തന്നെയാണ്. നോക്കിയിട്ട് ഇന്ന് 2 മുട്ട ബുൾസൈ അടിച്ച് വരരുത്. ഇല്ല നിങ്ങളത് മുട്ട പുഴുങ്ങിക്കൊണ്ട് വരാമോ? അവരെ തന്നെ നോക്കിട്ടാ പറഞ്ഞത്. അത് വൃത്തിയാണ്. ഞങ്ങൾ കഴിഞ്ഞ വട്ടം 3 ഫസ്റ്റ് കിട്ടിയ ടീമാ. മുട്ട പുഴുങ്ങിക്കൊണ്ട് വരാമോ? കൊണ്ടുവരാം ഒരു കുഴപ്പമില്ല. അവിടെ ഇരുന്നാൽ മതി. അപ്പൊ എഗ് റൗണ്ട് ആണ്. എഗ് റൗണ്ടിൽ ആദ്യം മത്സരിക്കുന്ന 2 ടീമുകളുണ്ട്. ആരൊക്കെ? ഒന്ന് ഇവിടുന്ന് എമിനേച്ചി, നമുക്ക് റെഡി അല്ലേ? മിൽമ പ്രസൻസ് വിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേഡ് ബൈ അമൃതവേണി KSFE, ദീപ ജ്വല്ലേഴ്സ് ആൻഡ് പങ്കജ കസ്തൂരി ഓർത്തോ ഹെൽത്ത്. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, എഗ് ആണ്. അപ്പൊ എഗ് ഇല്ലാത്ത ഒരു എന്താണ് ഒരാളുടെ മലയാളികളുടെ ലൈഫ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. ഒരു ദിവസം നവീനൊക്കെ എഗ് പ്രോട്ടീൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെ. പക്ഷെ 10 എന്നാൽ എഗ്ഗാണ് ഒരു ദിവസം കഴിക്കുന്നത്. തീർച്ചയായിട്ടും 10 മുട്ടയാണ് കഴിക്കുന്നത്. രാവിലെ ഉള്ള കാര്യം പറയല്ല, രാവിലെ മുട്ടയില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ചിന്തിക്കാനേ പറ്റില്ല. അതുപോലെ ഞാനൊക്കെ പണ്ടൊക്കെ മുട്ട വലിയ, പക്ഷെ ഇപ്പോ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുടി, നഖം, ഈ എല്ല്, ഇതിന്റെയൊക്കെ മെയിൻ ഒരു സംഭവം ശരിക്കും മുട്ട കഴിക്കണം എന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഗവൺമെന്റ് വരെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും ഒരു മുട്ട കഴിക്കണം. അപ്പൊ എന്റെ മനുവിന്റെ ഡാഡി അമ്മച്ചിയൊക്കെ ഇന്നും മുട്ട കഴിക്കും. അവർക്ക് ഒന്നുമില്ലെങ്കിലും മുട്ട ഡെയിലി. പക്ഷെ അതിന്റെ ആരോഗ്യം അവർക്കുണ്ട്. ദൈവാനുഗ്രഹം പോലെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു എഗ്ഗ് കറിയാണ്. മീൻസ് എൻ്റെ അമ്മച്ചി കുക്ക് ചെയ്തുകൊണ്ടിരുന്നത് അത് ഞാൻ എടുത്തു. ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിമ്പിൾ എഗ്ഗ് കറി. ഒരുപാട് ഡെക്കറേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ. അപ്പൊ അമ്മച്ചിയുടെ മുട്ടക്കറി എന്ന് ഞാൻ പറയണില്ല, കാരണം അമ്മച്ചിക്കാട് എടുത്തു എന്ന് പറയും. അതൊന്നും വേണ്ട. എൻ്റെ വീട്ടിലെ സിമ്പിൾ ആയിട്ടുള്ള മുട്ടക്കറി. അപ്പൊ അതിന് വേണ്ടത് മുട്ട പുഴുങ്ങി വെച്ചു, വെളുത്തുള്ളി, പച്ചമുളക്, മുളക് പൊടി, ഉപ്പ്, സവാള, വെളിച്ചെണ്ണ, തക്കാളി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി, മല്ലിയില, വേപ്പില, മഞ്ഞൾപ്പൊടി, പിന്നെ പാലുണ്ട് കേട്ടതാ, തേങ്ങാപ്പാലുണ്ട് നല്ല കട്ടുന്നത്. അപ്പൊ ഇത് വെച്ച് നമുക്ക് വേഗം തുടങ്ങാം. നമ്മുടെ കത്തിക്കാൻ പോകുന്നു. അതിൽ നമ്മൾ ഐശ്വര്യമായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. കണ്ടോളൂ. അതിലേക്ക് നമ്മൾ നമ്മുടെ സവാള അങ്ങോട്ട് തട്ടുന്നു. നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. വളരെ നൈസ് ആയിട്ടുണ്ട്. അടിപൊളി. താങ്ക് യു. നിനക്ക് ഇത്ര കഴിവുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലടാ. ഞാൻ അറിഞ്ഞില്ല. ഞാൻ പറയില്ല, അവനാണ് അരിഞ്ഞത്, അല്ലാട്ട ഞാൻ തന്നെ അരിഞ്ഞത്. എന്റെ നവീനെ, ഈ പ്രേക്ഷകർക്ക് കാണുമ്പോൾ അറിഞ്ഞൂടെ ഇത്ര നൈസായിട്ട് നിനക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. സത്യം, ഞാൻ സവാള അരിയാൻ ബെസ്റ്റ് ആണ്. ആണോ? പിന്നെ സവാള അരിയാൻ ഉരുളക്കിഴങ്ങ്. പ്രേക്ഷകർ നിങ്ങൾ അറിയണം, നമ്മുടെ നവീൻ അവാർഡ് ജേതാവ് മാത്രമല്ല, അഭിനയ സിംഹം മാത്രമല്ല. പറഞ്ഞില്ല ചേച്ചി, എത്ര അവാർഡാ ഈ ആഴ്ച തന്നെ 4 അവാർഡ് ഇപ്പൊ ആദ്യം എനിക്ക് മൈൽ സ്റ്റോൺ ഒരു അവാർഡ് കിട്ടി. പിന്നെ അപ്പൊ അതിൽ എനിക്ക് എന്തായിരുന്നു? അല്ല, ചേച്ചിക്ക് ബെസ്റ്റ് ഐക്കൺ അവാർഡ് ചേച്ചി കിട്ടി. ബെസ്റ്റ് ക്യാരക്ടർ ഇൻ എ റോൾ അത് എനിക്കും കിട്ടി. അതൊക്കെ നിസാരം. ഐക്കൺ എന്ന് പറഞ്ഞ പ്രായമുള്ളവർക്ക് കിട്ടുന്ന ഒരു അവാർഡാണ്. അതിന്റെ ഇടയിലേക്ക് ഇത്തിരി ഉപ്പിട്ടിട്ട് ഗൈസ്, ഉപ്പിട്ട് ഇത്തിരി. ആദ്യത്തെ അവാർഡ് ഒരെണ്ണം കിട്ടി. രണ്ടാമത്തെ അവാർഡ് അതിനും
ചേച്ചിക്ക് കൂടി ഒരു അവസരം കിട്ടട്ടെ എന്ന്. അവാർഡ് എന്നൊക്കെ പറഞ്ഞു നിസ്സാരം നവീന ഇറക്കലിനൊക്കെ ചേച്ചി 20 2-3 വർഷവും ഇല്ല. മാത്രമല്ല ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന സീരിയൽ എന്ന് പറഞ്ഞാൽ 60ാമത്തെ സീരിയലാണ് ചെയ്യാൻ പോകുന്നത്. ഷോ അത്രയല്ലേ ആയിട്ടുള്ളൂ. ഇനിയെങ്കിലും ഒരു അവാർഡ് കിട്ടണ്ടേ എനിക്ക്. അതെ 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 ശരിയാട്ടാ. കിട്ടട്ടെ മോനെ, സത്യം. ഇൻഷാല്ലാ പൊളിക്ക് നീ. ഓക്കെ, പക്ഷെ അപ്പൊ എന്റെ വേറെ കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ ആ പ്ലേറ്റ് വെച്ചേക്കണ കണ്ടോ നീ? അതിന്റെ ഇടയ്ക്ക് പതുക്കെ ഈ കത്തി വെച്ചിട്ട് നല്ല കറക്റ്റ് ആയിട്ട് നടുക്ക് മുറിച്ച് നല്ല ഭംഗിയായിട്ട് ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ ചേച്ചി, നമ്മള് ഈ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള മുട്ട 2ആയിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ഓരോ വര ഇങ്ങനെ ഇട്ടിട്ട്. അത് വേണ്ട, അതിനേക്കാളും ഭംഗി നമുക്ക് പകുതി മുട്ട കിടക്കുന്നതല്ലേടാ. ആണോ? അതിന്റെ ഇടയിൽ കൂടി ഇത്തിരി വെളുത്തുള്ളിയും കൂടി ഞാൻ ഇടുന്നുണ്ട്. ഗൈസ് ശ്രദ്ധിച്ചോളണം. നമ്മുടെ എൻ്റെ സ്പെഷ്യൽ ഇതിൽ ഞാൻ വെളുത്തുള്ളിയും കുറച്ച് ഇട്ടു. ചേച്ചി പറഞ്ഞതുപോലെ 2ആയിട്ട് കട്ട് ചെയ്ത് റിസ്ക് എടുക്കാൻ വയ്യ. അതിലേക്ക് ഞാൻ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടു. അപ്പോൾ നമ്മുടെ സവാള, പച്ചമുളക്, ഇഞ്ചി, വേപ്പില എല്ലാം കൂടെ നല്ല വഴണ്ട് നമ്മുടെ ഈ ഇതിന്റെ ഫുഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഈ ഡിഷിന് യാതൊരു ഡെക്കറേഷൻസും ഇല്ല. ടേസ്റ്റ് ആണ് പ്രധാനം. സിമ്പിൾ ഹമ്പിൾ മുട്ടക്കറിയാണ്. അതെ. പക്ഷെ ഈ മുട്ട എന്താ ചേച്ചി ഇങ്ങനെ പോയത്? അത് എന്താണ് അറിയില്ലടോ. അതിന് ഇടണോ? ഇത് വേണോ? ഇതിട്ട് നമുക്ക് അടിയിൽ വെച്ചേക്കാം. ഇനി ഷെഫ് ചോദിക്കോ ഈ മുട്ട എന്താണ് ഇങ്ങനെ പോയതുകൊണ്ട് മാർക്ക് കുറയും എന്ന് പറയും. അത് നമുക്ക് വെട്ടി വെച്ചേക്കാം അവിടെ നടുക്ക്. നമുക്കൊരു ആർക്കെങ്കിലും ടേസ്റ്റ് നോക്കാൻ വേണ്ടി അനീഷൊക്കെ വരുമ്പോ ടേസ്റ്റ് നോക്കാൻ കൊടുക്കാം. അനീഷ് അപ്സരയും എപ്പോഴും നമ്മള് എപ്പിസോഡ് അല്ല നമ്മുടെ ഡിഷ് പ്രിപ്പയർ ചെയ്യുമ്പോ എപ്പോഴും വരാറുണ്ട്. അതെ, വന്ന് ടേസ്റ്റ് നോക്കാനായിട്ട്. അപ്പൊ അവർക്ക് ആ പൊട്ടിയത് കൊടുക്കാം. ആർത്തിയോടെ പറഞ്ഞില്ല, ആർത്തിയോടെ കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ എഗ്ഗ് വെച്ചിട്ടേ നമ്മൾ സത്യം പറഞ്ഞാല് ഉണ്ടാക്കാവുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ നമ്മൾ ഞെട്ടിപ്പോവും അല്ലേ അവനെ? എന്തുമാത്രം വിഭവങ്ങളാണ് എഗ്ഗ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. എഗ്ഗ് വെച്ചിട്ട് നമ്മുടെ നോർമൽ വീട്ടിലുണ്ടാക്കുന്ന തന്നെ എഗ്ഗ്, മറ്റേ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കും, സ്ക്രാമ്പിൾഡ് ഉണ്ടാക്കും, മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ അകത്ത് കുരുമുളക് കൂടിയിട്ട് വെറുതെ കഴിക്കാം, അല്ലെങ്കിൽ മുട്ട കറി ഉണ്ടാക്കാം, അല്ലെങ്കിൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം, പിന്നെ മുട്ട വെച്ചിട്ട് ബിരിയാണി, എഗ്ഗ് ബിരിയാണി, പിന്നെ അതുപോലെ പിന്നെ നമുക്കറിയാത്ത ഒരു 100 വെറൈറ്റി. ഇപ്പം ഇന്ന് തന്നെ നോക്കിക്കോളൂ, ഞങ്ങൾ 4 പേര് ഉണ്ടാക്കുന്ന 4 ഐറ്റം ആയിരിക്കുമല്ലോ. ചേച്ചി പറഞ്ഞാൽ 100% കറക്റ്റാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വിശന്നിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്കൊന്ന് എന്താ പറയുക സ്റ്റാർവിങ് കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നുമില്ല, ഒരു 2 മുട്ട എടുക്കുക, ഓംലെറ്റ് ഉണ്ടാക്കുക, കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ ആ ഒരു വിശപ്പും കേട്ട് നമുക്ക് എന്താ പറയുക ഒരു എനർജി ലെവൽ നമുക്ക് അപ്പോഴേ മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഉള്ളി ഏകദേശം നല്ല പരുവമായി കഴിഞ്ഞു. ഒരുപാട് മൂക്കണ്ട, ഇല്ല, നമുക്ക് എല്ലാം പരുവായി കഴിഞ്ഞു. പിന്നെ അതൊക്കെ നമുക്ക് പൊടികൾ ഇടാം. ഓക്കെ, ഞാനിപ്പോൾ ആക്ച്വലി ഈ നമ്മുടെ പച്ചമുളക് കുറച്ച് ഇട്ടേക്കണോണ്ട് കുറച്ച് മുളക് പൊടി മതി കേട്ടോ. കാരണം ഇത്തിരി കുരുമുളക് പൊടിയും വേണം. അപ്പോൾ ഇത്തിരി ആ നമുക്ക് ഇപ്പം മറ്റേ ഇത് ഈ ചില്ലി ആയിരുന്നെങ്കിൽ കുറച്ച് മതിയായിരുന്നു. കാശ്മീരി അതിൻ്റെയൊക്കെ നമ്മൾ തക്കാളി, ഈ തക്കാളീനെ അങ്ങോട്ട് ഭയങ്കര പേസ്റ്റ് ആക്കുന്നില്ല. എന്തറിയോ, കുറച്ച് തക്കാളി ഇങ്ങനെ ആ മുട്ടയുടെ ഉള്ളിൽ കിടക്കുന്നത് കാണാനൊരു ഭംഗിയാണ്. അപ്പം നമ്മളങ്ങോട്ട് ഇതിനെ അങ്ങോട്ട് പശപ്പരല്ല മറ്റേ അങ്ങനത്തെ ഒരു ആ പരുവാക്കുന്നില്ല. ഇല്ല, ചിലതൊക്കെ നമ്മൾ അങ്ങോട്ട് പേസ്റ്റ് ആക്കുമല്ലോ. അങ്ങനെ ചെയ്യണ്ട. മുട്ടയുടെ ഉള്ളിൽ ഇങ്ങനെ തക്കാളീനെ ഇങ്ങനെ കണ്ണും പിടിച്ച് കിടക്കണ കാണാൻ ഒരു ഭംഗിയാണ്. ഒന്ന് വഴണ്ടാ മതി. ചേച്ചി മുട്ടയിടാറായ എന്താണ് അവസ്ഥ? നീ മുട്ടയിടാറേ ചേച്ചി മുട്ടയിടാറായോ? ഞാൻ മുട്ടയിട്ട കഴിഞ്ഞതാ. അല്ല അതിനു മുമ്പ് ചേച്ചി വേറെ കാര്യം വെച്ചാല് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന അവാർഡുകൾ കരസ്ഥമാക്കുന്ന നവീൻ അറക്കലിന് ഞങ്ങളുടെ വകയായിട്ട് പഠിച്ചു നന്നായിട്ടുണ്ട്. അനീഷേട്ടന്റെ തല പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. നല്ല സൈഡ് വെച്ചേക്കണേ. അന്നത്തെ പ്രഹസനം കാണണമായിരുന്നു. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ലാലേട്ട ഫാൽക്ക അവാർഡ് ഒന്നും മേടിച്ചില്ല. അതുപോലെ സിമ്പിൾ ആയിട്ട് നീ എങ്ങോട്ടാണ് നീ പോണത്? എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ ഒരു കുഞ്ഞ് അവാർഡ് കിട്ടണമെന്ന്. അങ്ങനെ ആ ബേസിലെ ലാലേട്ടറൊന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എപ്പോഴും പറയാറില്ലേ, അപ്പോ ഇടിയപ്പം മുട്ടക്കറി എന്ന് പറയുന്ന പോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഉണ്ടാക്കാൻ പോകുന്നത് സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു മുട്ടക്കറി. അല്ലാണ്ട് ഞാനിനി പുതിയ ഒരിക്കലും നമ്മളാ പരിപാടി വിട്ട് ഞാൻ പരിപാടി ഇല്ല
ആ പരിപാടിയില്ല. ആ പരിപാടി നമ്മൾ യൂട്യൂബില് നോക്കി എല്ലാം എഴുതിയെടുത്തിട്ടേ പേര് എന്തിടണമെന്ന് ആലോചിക്കാൻ പറയും. വേണ്ട, എന്റെ അമ്മച്ചിയുടെ മുട്ടക്കറി. ഇത് സത്യം അല്ല, ഇത് പക്ഷെ വേറെ കാര്യം പറയാം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുട്ട റോസ്റ്റ് ഇതാണ്. ഈ ഉള്ളി നീളത്തിൽ ഇങ്ങനെ അരി, ഞാൻ തക്കാളി എന്ത് ചുമ്മാ പറയും, പക്ഷെ അവള് ചെയ്യുമ്പോൾ വേറൊരു രീതിയാണ്. പക്ഷെ എന്റെ ആഗ്രഹം ചില ഓരോരുത്തര് നീളത്തിൽ ഉള്ളി ഇങ്ങനെ ആരിഞ്ഞിട്ട്. ചെറുതായിട്ട് കടിക്കണം. അതെ, അതെ. ഞങ്ങളുടെ നീളത്തിന് തന്നെയാ. ചില ആൾക്കാർ ഇങ്ങനെ എനിക്കൊരു കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് ഞാനെല്ലാം ഇങ്ങനത്തെ ആ രീതിയിലാണ് എന്റെ. അപ്പൊ ഇത് അതുപോലെ ഞങ്ങളുടെ വല്ല എല്ലാ പ്രാണവും ഗംഭീരാവട്ടെ. ഗംഭീരമാവട്ടെ. അനിഷന് വേണ്ടി സെപ്പറേറ്റ് സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. ഇത് ഈ മുട്ട. പൊട്ടിയ മുട്ട ആയിരിക്കും. അല്ല, ഇതല്ല. ഇത് നമ്മള് ഡെക്കറേഷൻ ചെയ്ത് എടുത്ത് വെച്ചതല്ലേ. ഞങ്ങൾ എന്റെ ഒരിക്കലും ഷെഫ് നോക്കിക്കണം എന്തെങ്കിലും കണ്ടുപിടിക്കാനായിട്ട്. പേരെന്തായിട്ടിരിക്കുന്നത്? ഇതിന്റെ എന്റെ പേര് വീട്ടിലെ എന്റെ വീട്ടിലെ മുട്ടക്കറി. എന്റെ അമ്മച്ചിയുടെ എന്ന് പറയാന്ന് വിചാരിച്ചു. പക്ഷെ പറയേ അമ്മച്ചിയുടെ കാർഡ് എടുക്കണം എന്ന് പറയുമല്ലോ. അമ്മച്ചി കാർഡ് അത് ഞാൻ എടുക്കുന്നില്ല. യാതൊരു എന്റെ അവകാശവാദവും വീട്ടിലെ മുട്ടക്കറി കുഴപ്പമില്ലല്ലോ. മുട്ട റോസ്റ്റും അപ്പം. അത്ര അപ്പല്ല ഇടിയപ്പം. ഇടിയപ്പം. ഓക്കെ, അപ്പൊ എന്തായാലും അല്ലേ, അവിടെ കാണാം. ഉഷാറാവട്ടെ. ഇടിയപ്പം അപ്സര ആയിരുന്നു. നന്നായിട്ടുണ്ട് ഡ്രസ്സിങ്. ആ നന്നായിട്ടുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട്, കളറും നല്ല അടിപൊളി. അല്ല, അനീഷന്റെ കൊള്ളാട്ടോ, വ്യത്യാസം അല്ല അല്ല ഇന്ന് അവിടെ നന്നായിരിക്കും. ഇത് മതി. അല്ല നന്നായിരിക്കും. ഫസ്റ്റ് മാർക്ക് ഇവിടെ പോയി. ഉറപ്പായിട്ട് നീ അങ്ങനെയല്ലേ പറയുള്ളൂ. അല്ല, ഇതിന് അതേ തരാൻ പറ്റുള്ളൂ. എടാ ഞാന് കണ്ണ് ഇവിടെ നടന്ന് നോക്കി നടന്ന് കാണാതെ അടിച്ചു മാറ്റി തന്ന സാധനമാണ്. എനിക്ക് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോ കൊണ്ടുതന്ന സാധനമാണ്. ഇത് അനീഷനെ തന്നെ എന്തിനാന്നറിയോ? ഇവിടെ എന്തെങ്കിലും സാധനം കിട്ടിയ ഓടിക്കൊണ്ടു ഇവിടെ ഒളിച്ചു വെക്കുവേ. അങ്ങനെ എന്തെങ്കിലും പാത്ത് വെക്കാൻ വേണ്ടി തക്കത്തിനൊരു. എങ്ങനെയുണ്ട് ഇപ്പൊ? എങ്ങനെ ഇരിക്കണം? എന്തെങ്കിലും കാണാണ്ട് പോയി എന്റെ തലയാണ്. എനിക്ക് വേണ്ട. സത്യം. ഇപ്പൊ നടക്കട്ടെ, ഓക്കെ ഓക്കെ ശരി. All the best. ഓക്കെ മക്കളെ, വേഗം ഉണ്ടാക്കട്ടെ. കഴിഞ്ഞു, ഞങ്ങളുടെ പണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഓക്കെ, അതിലേക്ക് എൻ്റെ ഒരു Recipe. സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ആഹാ. ഞാൻ പറയാം, ഞാൻ ഇത്തിരി പഞ്ചസാര ഇടും. സാമ്പാർ വെക്കുമ്പോഴും രസം വെക്കുമ്പോഴും മുട്ടക്കറി ഉണ്ടാക്കുമ്പോഴും ഞാനൊരു പൊടിക്ക് പഞ്ചസാര ഇങ്ങനെ അതിനകത്ത് ഓപ്പൺ ആയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനോട് 100% യോജിക്കുന്ന ഒരാളാണ്. കാരണം എന്റെ വീട്ടിൽ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും ഞാൻ വൈഫിനോട് പറയുന്നുണ്ട്. ഈവൻ കഴിഞ്ഞ ദിവസം എന്റെ മോൻ അച്ചാർ ഉണ്ടാക്കിയപ്പോഴും ഈ മാങ്ങ അച്ചാർ ഉണ്ടാക്കിയപ്പോൾ ഞാൻ അതിൽ കൊണ്ടുപോയി കുറച്ച് മധുരം ഇട്ട്, നല്ല രസമുണ്ട്. അതാ പറഞ്ഞത്, കറിയുടെ ഒപ്പം കുറച്ച് മധുരം ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റ്, പ്രത്യേകിച്ച് മുട്ടക്കറിയുടെ ഒപ്പം. പരുവമായി അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് ഇതാണ് എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന മുട്ടക്കറി. എൻ്റെ വീട്ടിലെ മുട്ടക്കറി. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാടാ? ഇതുപോലെയൊക്കെ തന്നെയാണോ? ഇതേപോലെ പക്ഷേ ഈ തേങ്ങാപ്പാൽ ഇടൂല. അത് ഞാൻ എന്താ അറിയാമോ, ഇത്തിരി ഒരു ടേസ്റ്റ് മേക്കറാണ് എൻ്റെ അമ്മച്ചി അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മുടെ മുട്ടയെ അത് അനക്കാതെ അങ്ങനെ കണ്ണും മിഴിച്ച് ഇങ്ങനെ കിടക്കണത് കാണണം. ഇങ്ങനെ അതുണ്ട്. അപ്പൊ നമ്മുടെ എഗ് കറി, നമ്മുടെ എൻ്റെ വീട്ടിലെ മുട്ടക്കറി റെഡിയായി. സെറ്റായി റെഡിയായി കഴിഞ്ഞു. അപ്പൊ നമുക്കൊരു നല്ലൊരു സെർവിങ് ഡിഷിലേക്ക് സെർവ് ചെയ്യാം. അതെ. നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിച്ചിട്ട് മനസ്സിലായി. നല്ല ടേസ്റ്റ് ഉണ്ട്. നിന്റെ ഷെഫിനും കൂടി ഇഷ്ടപ്പെട്ട? അനീഷ് അല്ല, നവീൻ ഇഷ്ടപ്പെട്ടില്ല? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉള്ള കാര്യം പറയാമല്ലോ. അത് ഇടിയപ്പം കൂടി പൊളിയായി. അതാ പറഞ്ഞു, ഇതൊന്ന് ഈ ടേസ്റ്റിംഗ് സെഷൻ ഒന്ന് കഴിഞ്ഞേക്കട്ടെ ഷെഫിന്റെ. അത് കഴിഞ്ഞ് എനിക്ക് എന്റെ വീട്ടിലെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോ ഇതുപോലെ ഈ തക്കാളി ഇതൊന്നും വെച്ച് ഡെക്കറേഷൻ ഒന്നും ചെയ്യാറില്ല. മാർക്ക് കിട്ടണമെങ്കിൽ വെറുതെ അതിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ള മുട്ടക്കറി റെഡി. അതിന്റെ കൂടെ ഏറ്റവും കോമ്പിനേഷൻ പോകുന്നതാണ് ഇടിയപ്പം, അപ്പം, ചപ്പാത്തി എല്ലാം പോകും. എന്നാലും ഇടിയപ്പം ഏറ്റവും നല്ല. ഏറ്റവും പക്ക. അപ്പൊ നമുക്ക് കഴിക്കാൻ റെഡിയാണ്. റെഡി. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrithapeni KSFE, Bima Jewelers and Pankaj Kasturi Ortho Health. ഇനിയിപ്പോൾ നമുക്ക് കൃത്യമായിട്ട് വിവരങ്ങൾ പറയാനും മനസ്സിലാക്കാനും സമ്മാനം തരാനായിട്ട്, സമ്മാനം പ്രഖ്യാപിക്കാനുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഷെഫിനെ സ്വാഗതം ചെയ്യാം, അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് സ്നേഹത്തോടെ ഇഷ്ടത്തോടെ സ്വാഗതം ചെയ്യാം ഷെഫ് നിബു ദി ആൽക്കെമിസ്റ്റ്.
ഷെഫ് നിബു ദി ആൽക്കെമിസ്റ്റ്. പൗലോ കൊയ്ലോയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, ഒരു ബന്ധമില്ല. ആൽക്കെമിസ്റ്റ് എന്ന ആ പുസ്തകം എന്താ ആ പേരിടാൻ കാരണം? ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകം ഒരു എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ഇൻസ്പയർ ആയിട്ടുള്ള പുസ്തകമാണ്. അപ്പോൾ ഞാനും എൻ്റെ കുക്കിങ്ങും അതുപോലെ തന്നെ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആ പേരിട്ടു. സോഷ്യൽ മീഡിയയിൽ അങ്ങ് വളരെ എന്താ പറയുന്നത്, വളരെ പോപ്പുലർ ആയ ഒരാളാണ്. വലിയ സന്തോഷം ഞങ്ങളുടെ അടുക്കളയിലേക്ക് എത്തി നോക്കിയത്. ആദ്യമായിട്ടാണല്ലേ അനീഷേട്ടാ നമ്മുടെ ഫ്ലോറിൽ? അതെ അതെ അതെ. നമുക്കറിയാം, നമ്മൾ 4 ടീമായിട്ട് തിരിഞ്ഞിട്ടാണ് നമ്മുടെ ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന വിഭവങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ അല്ലേ? തീർച്ചയായും. നമുക്ക് ആരാ ആദ്യം വിളിക്കാം? നമുക്ക് ആദ്യം തന്നെ എന്റെ വീട്ടിലെ മുട്ടക്കറിയുമായി ബീന ചേച്ചി എന്ന അഭിനയം. ഷെഫിനെ കണ്ടാലും ഷെഫ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഷെഫ് ഞങ്ങൾ ഒരു സങ്കടം പറയട്ടെ, ഇപ്പൊ പറഞ്ഞേക്കാം. ഞങ്ങളുടെ ഷെഫ് നളനുണ്ടല്ലോ, നമ്മൾ എന്ത് കൊണ്ടുവരുമ്പോഴും പുള്ളി ചോദിക്കും, ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കി കൂടെ ചേച്ചി, നിങ്ങൾക്ക് എന്തെല്ലാം, പിന്നെ നിങ്ങൾ എന്തിനാ യൂട്യൂബിന്റെ പുറകെ പോയിട്ട് അതുണ്ടാക്കണം, സിമ്പിൾ ആയിട്ടുണ്ടാ. അങ്ങനെ ഞങ്ങൾ ഷെഫ് നളന് വേണ്ടി എന്റെ വീട്ടിലെ മുട്ടക്കറി ഉണ്ടാക്കിയപ്പോ വേറെ ഒന്നും പറയാനില്ല, ഞങ്ങൾ തകർന്ന്. എന്റെ വീട്ടിലെ മുട്ടക്കറി കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് ഷെഫ് നോക്കാം, ടേസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ എന്താ പേരിടാൻ കാരണം? എൻ്റെ വീട്ടിലെ മുട്ടക്കറി എന്ന പേരിടാൻ എൻ്റെ വീട്ടിൽ സ്ഥിരം അമ്മച്ചിയായിട്ട് ഉണ്ടാക്കും വരുന്നു. പിന്നെ ഞാനിപ്പോൾ അമ്മച്ചിയില്ല, ഞാനും ഇത് തന്നെയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. സെയിം. ഇതിൻ്റെ റെസിപ്പി എന്താണെന്ന് പറയാമോ? നമ്മൾ നോർമൽ മറ്റേ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള എല്ലാം വേപ്പിലയും വഴറ്റിയിട്ട് അതിലേക്ക് മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വരണ്ട് നല്ല ഇത് പാകമാകുമ്പോഴേക്കും അതിലേക്ക് തക്കാളി ഇട്ട് നല്ല പരുവാകുമ്പോഴേക്കും അതിനകത്തേക്ക് കുറച്ച് വെള്ളവും തേങ്ങാപ്പാലും ഇട്ട് അതിലേക്ക് മുട്ട ഇട്ടു. നല്ല അടിപൊളി മുട്ടക്കറിയാണ്, നല്ല ടേസ്റ്റാണ്. Milma presents Vira Food Celebrity Kitchen Magic Season 3. Powered by Amrutaveni KSFE, Diva Jewelers and Pankaja Kasturi Auto Health. സാധാരണ എഗ് എന്ന് കേൾക്കുമ്പം ഇത് കാണുന്ന പ്രേക്ഷകർക്കും ചിന്തിക്കും, കാരണം എഗ്ഗ് വെച്ചിട്ട് കുറേ പരിപാടികളുണ്ടല്ലേ. ഓംലേറ്റ്, ബുൾസ, പിന്നെ എഗ് റോസ്റ്റ്, എഗ് ടോസ്റ്റ് ചെയ്യാം, കുറേ പരിപാടികളുണ്ട്. അപ്പം എപ്പോഴും യമുന ചേച്ചി നമ്മളും ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിരിക്കും. അതെ, യുണീക്ക് ആയിട്ട് എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാനാണ് നമ്മൾ എപ്പോഴും ശ്രമിച്ചു. കാരണം നമ്മൾ കാണിക്കുമ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർക്കും ട്രൈ ചെയ്യാൻ തോന്നണം അല്ലേ. അപ്പൊ അങ്ങനെ ട്രൈ ചെയ്യാൻ തോന്നുന്ന ഒരു ഐറ്റമാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് പേര്? ചേച്ചി തന്നെ പറ. സ്റ്റേക്ക് ഓംലെറ്റ്. എന്താണ് സ്റ്റേക്ക് ഓംലെറ്റിന്റെ പ്രത്യേകത? നമ്മൾ ആദ്യം സ്റ്റേക്കിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യും, കുറച്ച് മസാലസ് ഒക്കെ ചേർത്തിട്ട്. എന്നിട്ട് അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. അതിനുശേഷം നമ്മൾ അതിനകത്ത് കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ ടൊമാറ്റോ, സവാള, ചില്ലി, ഓംലെറ്റ് ആദ്യം. ബാക്കി ഇനി പറയണോ? ആദ്യം നമുക്ക് എന്തൊക്കെയാ വേണമെന്ന് പറ. ചേച്ചി പറഞ്ഞതുപോലെ മാരിനേറ്റ് ചെയ്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സ്റ്റേക്ക് ഇവിടെ ബീഫ് റെഡിയാണ്. രണ്ടാമത് എഗ്ഗ് എന്തായാലും ഓംലെറ്റിന് എഗ്ഗ് മസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള എഗ്ഗ് ഇവിടെ ഉണ്ട്. പിന്നെ ചില്ലി പൗഡർ, പിന്നെ പെപ്പർ പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ലൈം, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ എന്താ പറയുക പച്ചമുളക്, ടൊമാറ്റോ, പിന്നെ ബാക്കി ഐറ്റംസ് എല്ലാം നമ്മൾ ഗാർണിഷിന് വേണ്ടി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. കാരണം ഇതൊരു പറഞ്ഞതുപോലെ അമേരിക്കൻ ഡിഷ് ആയതുകൊണ്ട് ഇത് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് നമ്മൾ അവക്കാഡോ വെച്ചിട്ടുണ്ട്, പാഴ്സ്ലി ഉണ്ട്, സൈഡ് ഡിഷായിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കുറച്ചൊരു പ്ലേറ്റിൽ ഒരു ഫുഡ് ആർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ടൊമാറ്റോ സോസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഗാർണിഷിന് വേണ്ടിയിട്ടുള്ള സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ മെയിൻ ഇൻഗ്രീഡിയൻറ്റിൽ ഇത് മിക്സായി പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എണ്ണ ചൂടായി, നമുക്കതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് അത് നന്നായിട്ട് എണ്ണയിലൊന്ന് നന്നായിട്ട് എന്താ പറയുക ഒന്ന് സ്റ്റിർ ഫ്രൈ ആവട്ടെ. ഒരുപാട് ഡീപ്പ് ഫ്രൈ വേണ്ട, ഒരു
ഒരു മീഡിയം ഫ്രൈ. നമ്മൾ ഇതിലേക്ക് ഒരു ലേശം ഉപ്പും കൂടെ ചേർക്കാം, കാരണം ഞാൻ നോക്കിയപ്പം ഉപ്പ് കുറവാണ്. അപ്പോൾ ഒരു ഇത്തിരി ഒരു ഉപ്പ്. ഇനി നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ അതിലും കൂടെ ഒരു ഇത്തിരി ഉപ്പ് ചേർക്കുമല്ലോ. നമ്മുടെ ഒരു കണ്ടസ്റ്റന്റ് വന്ന് നമ്മൾ ചെയ്യുന്ന രഹസ്യമായി സൈഡിൽ നിന്ന് നിൽക്കുന്നു. ഇത് പറയാതെ തന്നെ ഇത് ഏത് കണ്ടസ്റ്റാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പുറമേ കൂടെ വരുന്നുണ്ട്. എന്താ പരിപാടി? ഇച്ചിരി മുളക് കൂടി എടുത്തിട്ട് കണ്ണിലിട്ട് കൊടുത്താലോ? ബീഫ് പ്രോട്ടീൻ ആണോ? ബീഫ് പ്രോട്ടീൻ ഉള്ള ഐറ്റമാണ്. പക്ഷെ നീ ഇത് കഴിക്കില്ലല്ലോ. ഭയങ്കര ഇഷ്ടമാണ്. അല്ല അതൊക്കെ പോട്ടെ, നീ ഇവിടെ വന്നു നിങ്ങൾ എന്താ ഉണ്ടാക്കുന്നത്? അത് പറയില്ല. കണ്ടാ, ഇതാണ് ഇവന്റെ സ്വഭാവം. ഇവിടത്തെ അടുക്കളയിൽ വന്ന് എല്ലാം എത്തി നോക്കി എല്ലാം കണ്ടുപിടിച്ചിട്ട് പോകും. ഒന്നുമല്ല. പ്രധാനമായിട്ട് ഇവനെ ഇവിടെ കയറ്റാൻ പാടില്ല എന്ന് പറയുന്നത് അറിയാം. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന്റെ മണം എല്ലാം പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് അവിടെ തന്നെ പോയി. ഇതിന്റെ മണം പിടിക്കില്ല, മൂക്കടച്ചു. നമ്മള് വളരെ ബീഫ് ഒന്നും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം വെക്കാൻ സിമ്പിൾ ആൻഡ് ഹംബിൾ. ഇത് കഴിക്കണമെന്ന് അപ്പൊ ഇവനെ പോലെ അല്ല, ഇത് കഴിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിന്റെ എന്താണ് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്നത്? അതിന്റെ സ്ട്രോബെറി. പലപ്പോഴും ഇവിടെ ഈ കാഷ്യൂ എന്തെങ്കിലുമൊക്കെ സാധനം കൊണ്ടുവയ്ക്കുമ്പോഴേ പീനട്ടും കാഷ്യൂ ഒക്കെ നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കൊണ്ടുവച്ചാൽ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കാൻ വരുമ്പോൾ സാധനം കാണൂല. ഞങ്ങൾ ഇത് അന്വേഷിച്ച് അവസാനം ക്യാമറ ഫുൾ ചെക്ക് ചെയ്തു. പോയി അകത്ത് കയറി നമ്മൾ നോക്കി, ഇതാ കൺസോളിൽ കയറി നോക്കി, കള്ളനെ പിഴ കിട്ടിയ ആരാണ്? ഞാനൊന്ന് തോണ്ടി കാണിച്ചു. എന്റെ അടുക്കളയിൽ ഇരിക്കുന്ന സാധനം ഞാൻ തന്നെ അടിച്ചു വരയ്ಕೊಂಡು പോകും. ശരി, തരാം, ചെയ്തിട്ട് തരാം. ശരിക്കും ഇപ്പൊ തന്നെ ആ തവയിൽ കിടന്ന് അതിങ്ങനെ മൊരിഞ്ഞ റോസ്റ്റ് ആയിട്ട് വരുമ്പോഴേ ഇപ്പൊ തന്നെ ഒന്ന് പറക്കിയെടുത്ത് കഴിക്കാൻ തോന്നുന്നു. നവീൻ ചുമ്മയല്ല പറഞ്ഞത് കേട്ടോ, മണം അടിച്ചിട്ടാ. സോ ആ സമയത്ത് നമുക്ക് എത്ര മുട്ട വേണം ചേച്ചി? ഒരു 4 മുട്ട എടുത്ത് 4 മുട്ട ബീറ്റ് ചെയ്തു. ഉപ്പ്. ഭയങ്കര കാര്യമായ ഡിസ്കഷനിലാണല്ലോ. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്തായി? മുട്ട കൂടോത്രം. എന്നെ ഓട്ടിക്കാനാണോ എന്തോ? മുട്ട അല്ലല്ലേ, ഇവര് വരുമ്പോ ഒരു മുട്ട നമ്മള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ലേ ജനിച്ച്? ഞങ്ങൾക്ക് പക്ഷെ ചരട് എന്ത് ചെയ്തു? ചരട് ചരട് നമ്മുടെ തേക്കില്ല. എത്ര ചരടാണ്. ഓക്കെ, ഇപ്പൊ ഇത് പൊട്ടിക്കണോ? പൊട്ടിച്ചാൽ ഇപ്പൊ പൊട്ടും എല്ലാം. പൊട്ടിക്കട്ടെ. ഇത് മറ്റേ എന്നാ പിന്നെ പൊട്ടിച്ചിട്ടേ കാര്യമുള്ളൂ. ഇനി അതിവിടെ പടർന്ന് പിടിക്കും. എന്നെ വേണം. ബീഫാണ് ഇത്. ഈ മുട്ട ഉണ്ടാക്കുന്ന സമയത്ത് കുറയ്ക്കാൻ വേണ്ടി ആണോ? എന്നാ പിന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇല്ല പറയൂ ചേച്ചി. സ്റ്റേക്ക് ഓംലെറ്റാ. എല്ലാം മസാലയൊക്കെ ഓക്കെയാണോ? കൊള്ളാം. ഇങ്ങനെ തന്നെ കഴിക്കാം അല്ലേ? ഇങ്ങനെയും കഴിക്കാം. ഇനി മസാല വേണ്ട. അധികം നോക്കാൻ പാടില്ല, അല്പം നോക്കിയാലേ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. സ്റ്റേക്ക് ഓംലെറ്റ്. ഈ ബീഫ് കഴിച്ചപ്പോഴേ നമ്മൾ വെറുതെ ഇതിങ്ങനെ കുറിക്കാൻ തോന്നും. തരില്ല. ആഗ്രഹം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കൊടുക്കണ്ട. പുറത്ത് എനിക്ക് തോന്നുന്നു USA-ലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ബ്രഞ്ച് ആണ് അവരുടെ മെയിൻ ഒരു ഡിഷായിട്ട് കഴിക്കുന്ന ഒരു സാധനം. ശരി, പോയിട്ട് വരാം. ശരി, അപ്പൊ നമുക്ക് അംഗത്തിൽ വെച്ച് കാണാം. ശരി, വീണ്ടും താങ്ക് യു. വെൽക്കം. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ ഇത് ഫില്ല് ചെയ്യുന്ന സാധനങ്ങളാവുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇത് പൊട്ടാതെ കറക്റ്റ് ആ ഫോമിൽ കിട്ടണം. ചേച്ചിക്ക് അത് വന്നപ്പോഴേ ഒരു ടെൻഷൻ വന്ന്, നീ ഇത് ഫില്ല് ചെയ്യും പറഞ്ഞപ്പോൾ എനിക്കൊരു പേടി. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യും, പക്ഷേ ഒരു കോമ്പറ്റീഷൻ എസ്പെഷ്യലി ഇവിടെ സൈഡിന്റെ ഷേപ്പ് പോയി, അളവ് പോയി, ഇതൊക്കെ പറയുന്നോണ്ടാണ് ഈ ടെൻഷൻ തോന്നുന്നത്. ഞങ്ങളുടെ ഈ പ്രോസസ്സിന്റെ ഒരു പ്രധാന ടാസ്ക് എന്ന് പറയുന്നത് ഈ നോൺ സ്റ്റിക് പാനിൽ നിന്ന് 1 സൈഡ് കുക്ക്ഡ് ആയിട്ടുള്ള ഓംലെറ്റിനെ ഇങ്ങോട്ട് ആ ഷേപ്പ് പൊട്ടാതെ ഇങ്ങോട്ട് എടുക്കുക. അടുത്ത നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്, ഭഗവാനെ ശബരിമല മുറ കാത്തോണേ, പൊട്ടല്ലേ പൊട്ടരുതേ. സക്സസ്. ജസ്റ്റ് ഒന്ന് ആയാൽ മതി കേട്ടോ, ഓവർ കുക്ക്ഡ് ആവണ്ട. ആ സൈഡ് ഏത് സൈഡാണ് ഫില്ല് ചെയ്യുന്നത്? ആ സൈഡാണ് അവിടെയാണ് ഫില്ല് ചെയ്യുന്നത്. കറക്റ്റ്. ദീപൻ പ്രത്യേകതരം സ്റ്റഡിയൊക്കെ ചെയ്തിട്ട് വന്നതാണ്. പകുതി പുറത്ത് കാണണമെന്ന് പറഞ്ഞു, ചീസൊക്കെ പുറത്ത് കാണണമെന്ന്.
ബാക്കി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ബാക്കി ഐറ്റംസ് ഒക്കെ റെഡിയാക്കുകയാണ്. അവക്കാഡോ. അപ്പോൾ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഗൈസ്, അങ്ങനെ നമ്മുടെ സ്റ്റേക്ക് ഓംലെറ്റ് ഇവിടെ ഓൾ സെറ്റാണ്. നമ്മുടെ ഫൈനൽ ഗാർണിഷിംഗ് പരിപാടിയിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് നമ്മൾ സോസ്, ടൊമാറ്റോ സോസ് വെച്ച് ജസ്റ്റ് ഒരു ലൈൻ, നമ്മുടെ ഫൈനൽ ഡെക്കറേഷൻ്റെ പരിപാടിയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള, ഹെൽത്തിയാണ്, ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അടിപൊളി. അങ്ങനെ നമ്മുടെ സ്റ്റേക്ക് ഓംലെറ്റ് റെഡി ആയി കഴിഞ്ഞു. റെഡി. സ്റ്റേക്ക് ഓംലെറ്റ്. ഓംലെറ്റ് അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യമുന ചേച്ചി ഇത് ഓംലെറ്റ് ആണെന്ന് വീട്ടിൽ പറഞ്ഞ് തെറ്റിച്ച് അവസാനം ദേവേട്ട പറഞ്ഞു നീ അവിടെ ചെന്നത് തെറ്റിക്കരുത് എന്ന് പറഞ്ഞിട്ട് എംബോസിഷൻ എഴുതിപ്പിച്ച് ഓംലെറ്റ് എന്ന് പറയണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്ന് പ്രസന്റ് ചെയ്തപ്പോൾ ആദ്യമേ ഓംലെറ്റ്. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ഞാൻ ഇപ്പോൾ വിളിച്ചു പറഞ്ഞു ചേച്ചി എന്താണ് ഓംലെറ്റ്. ചേച്ചി എന്താണിത് പോരട്ടെ? ഓംലെറ്റ്. എന്ത് ഒരുമിച്ച് സ്റ്റേക്ക് ഓംലെറ്റ്. കേട്ടോ? പോയി ബട്ട് ഇത് സ്റ്റേക്ക് എന്ന് പറഞ്ഞ പേരിടാൻ കാരണമല്ല. അല്ല, ഇത് ശരിക്കും അമേരിക്കൻ ഒരു ഡിഷാണിത്. സ്റ്റേക്ക് ഓംലെറ്റ് എന്ന് തന്നെയാണ്. കാരണം അവരുടെ ഒരു പ്രധാനപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ബ്രഞ്ചാണ് സ്റ്റേക്ക് ഓംലെറ്റ്. പിന്നെ അതിനകത്ത് എടുത്തു പറയേണ്ടത് അമേരിക്കൻ വാറിന് മുന്നേ ഉള്ള അവരുടെ ഒരു മെയിൻ മീലാണിത്. അപ്പോൾ അത് ആ ഒതന്റിക് ആയിട്ട് നമ്മൾ ആ ഫോമിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന പീസോ, ഈ ബീഫിന്റെ പീസ് ഏതായിരുന്നു ഉപയോഗിച്ചത്? ബീഫിന്റെ നമുക്ക് സ്റ്റേക്ക് പീസ് കിട്ടിയില്ല. സ്റ്റേക്ക് പീസ് ആകുമ്പോൾ കുറച്ചുകൂടെ തിൻ ലെയറിൽ നമുക്ക് കിട്ടും പീസായിട്ട്. അതിനെ എന്നിട്ട് നമ്മൾ തിന്നായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇത് സ്റ്റേക്ക്. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയത് ഈ നോർമൽ ബീഫ്, ചെറിയ ബീഫ് പീസ് നമ്മൾ കിട്ടിയില്ലേ, അതാ കിട്ടിയത്. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ ഈ ബ്രെഡ് വെച്ചിട്ടുണ്ടല്ലോ, ബ്രെഡും അവക്കാടയും പിന്നെ ഈ സോസ് എന്താ കൊടുത്തിരിക്കുന്നത്? ടൊമാറ്റോ കെച്ചപ്പ്. അവക്കാടോ വെക്കാൻ കാരണം അതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ഒരു ബ്രഞ്ച് ആയതുകൊണ്ട് കൂടെ ആ മീലും ആഡ് ചെയ്ത്. അപ്പൊ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ബ്രഞ്ച് ആയിട്ടാണ് അതെ ഇതിനെ എന്നാലും കൊള്ളാം സാധനം. താങ്ക് യു സോ മച്ച്. ബീന ചേച്ചി പറഞ്ഞ കണക്ക് കൊല്ലാതെ വിട്ടു. അതിന്റെ ഒരു സമാധാനം. രക്ഷപ്പെട്ടു. Milma presents Vira Food Celebrity Kitchen Magic Season 3. Powered by Amrutaveni KSFE, Bima Jewelers and Pankaja Kasturi Ortho Hair. ദീപൻ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റി? പിന്നെ നന്നായിട്ട് ചെയ്തു. അത് ബാലൻസ് വന്ന മുട്ടയ്ക്ക് നമ്മൾ വീണ്ടും ഉണ്ടാക്കി കഴിച്ചു. എല്ലാവർക്കും കൊടുത്തു. അതെ, പക്ഷേ നമ്മൾ ചോദിച്ചപ്പോ തന്നായിരുന്നോ? തന്നില്ല. തന്നു. ബീഫ് തന്നു. ബീഫ് തന്നില്ലല്ലോ.
കൊടുക്കുന്നില്ല. കാരണം മുട്ടായി ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ലായിരിക്കും. ആണോ? എന്നാ പോട്ടെ. നിങ്ങൾക്ക് അല്ല, മുട്ട പൊട്ടിച്ചോണ്ടിരിക്കുകയായിരുന്നു അന്നേരം. ആണോ? പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അലങ്കരിച്ച് കൊണ്ടുവരുന്നത്. നമ്മുടെ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ട് ഒരു നാടൻ മുട്ടക്കറി ബൈ ബീന ചേച്ചി. വീട്ടിലുണ്ടാക്കുന്ന ഒരു സാധാരണ മുട്ടക്കറി ഉണ്ടാക്കി എൻ്റെ അമ്മച്ചി ഉണ്ടാക്കി കൊണ്ടുവരുന്ന അത് അപ്പൊ എന്തായാലും സ്റ്റീക്കും സാധാരണ വീട്ടിലുണ്ടാക്കുന്ന മുട്ടക്കറിയൊക്കെയാണ് ഇന്നിപ്പോ നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകർ കുറിച്ചൊക്കെ എടുത്തിട്ടുണ്ടാവും. പലരും ഇപ്പൊ ഇത് കണ്ടിട്ട് വീട്ടിൽ ചെയ്യാൻ ശ്രമിക്കുന്നു അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇന്ന് ഇപ്പൊ ഈ നമ്മുടെ രണ്ട് താരജോഡികൾ ചെയ്ത് വെച്ച വിഭവങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണമെന്ന് കരുതുന്നു. അതെ. പക്ഷേ നമുക്ക് അടുത്ത രണ്ടുപേരുടെ ഉണ്ട്. പക്ഷെ ഇന്നിപ്പോ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ മാത്രമേ കാണാൻ പറ്റൂ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള കൈലറ്റിയുടെ മലയാളികളായ പ്രേക്ഷകരോട് നന്ദിയും സ്നേഹവും ഇഷ്ടം അറിയിച്ചുകൊണ്ട് നാളെ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ. Crockery partner Minolta, easy and healthy cooking. Anish Ravis costumes sponsored by Swayamvara Silks. കേരളത്തിലുടനീളം